ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു നീറ്റ് മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫിസിക്സിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിലത്തെ റിമൈനിങ് ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എഡി കറൻസ് ആണ്. എന്താണ് ഈ എഡി കറൻസ് എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ എഡി എന്നുള്ളത് ഇതിനെ പറയാറ്, നമ്മളിപ്പോൾ ഒരു സ്റ്റില്ലായിട്ട് കിടക്കുന്ന വാട്ടർ ബോഡിയുടെ ഒരു കല്ലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പിൾസ് ഉണ്ടാവും. ആ റിപ്പിൾസിനെ തന്നെ പറയുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വരുന്ന സ്പ്രെഡ് ചെയ്ത് വരുന്ന റിപ്പിൾസിനെയാണ് നമ്മൾ എഡീസ് എന്ന് പറയുന്നത്. അതുപോലെ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഇതുപോലെ ഉണ്ടാകുന്ന കറൻറ്റിനെയാണ് നമ്മൾ എഡി കറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ NCERT ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ആ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അതിനൊരു ഡയഗ്രാം വെച്ചിട്ട് ആ ഡയഗ്രാം ഞാൻ വരയ്ക്കാം. ഇതാണ് ആ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് കാണാനായിട്ടുള്ളത്? രണ്ട് മാഗ്നറ്റ്സ് ഉണ്ട്. ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളുമാണ്. ഇപ്പോൾ ഈ സൗത്ത് പോളിൻ്റെ ഇവിടെ കാണിച്ച ക്രോസ് മാർക്ക് ഇട്ടിട്ടുണ്ട്. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർലി ഇൻ ടു ദ പ്ലെയിൻ എന്നാണ് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ മാഗ്നറ്റുകൾ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഈ പ്ലെയിനിൻ്റെ അല്ല. നോർത്ത് പോൾ എന്ന് പറയുന്നത് വ്യൂവറിൻ്റെ വശത്ത് നിന്നും സൗത്ത് പോൾ എന്ന് പറയുന്നത് ഈ ബോർഡിൻ്റെ അപ്പുറത്തുമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. പിന്നത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പിവറ്റ് എഴുതിയിട്ടുണ്ട്. പിവറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ പെൻഡുലം പോലെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ ഒരു മെറ്റൽ പീസ്, അതായത് ഒരു കണ്ടക്ടറിൻ്റെ സോളിഡ് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ സോളിഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു പെൻഡുലം പോലെ ഇങ്ങനെ നീങ്ങാനായിട്ട് ഫ്രീ ആണ്. അപ്പോൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോകുന്നത് നമുക്കറിയാം. ഇപ്പോൾ അത് ഞാൻ മാർക്കർ വെച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ പോലെ ഇങ്ങനെ ഒരേ ടൈം പീരീഡിൽ തന്നെ പോകും. പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള വശത്ത് മാത്രം എത്തുമ്പോൾ അവിടെ മാത്രം ടൈം പീരീഡ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഇതിവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതെന്ന് വിചാരിച്ചോ. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പോകുന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് എത്ര വരെ സാധാരണ പോലെ തന്നെ പോകും. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് പതുക്കെ ആയിരിക്കും, പിന്നെ സാധാരണ തന്നെ പോകും. അങ്ങനെയുള്ളൊരു വ്യത്യാസം വരും. ആ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച ഒരു സയൻറ്റിസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ NCERT കൊടുത്തിരിക്കുന്ന ഫോക്കോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആളുടെ പേര് പ്രൊണൗൺസ് ചെയ്യാൻ എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല, അപ്പോൾ ഞാനിങ്ങനെ തന്നെ പറയുള്ളൂ. അപ്പോൾ ആൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കണമെന്ന് ആലോചിച്ചിട്ട് അപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു സെൻറ്റൻസ് കൃത്യമായിട്ട് ഓർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു കണ്ടക്ടറിനെ ലിങ്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുള്ളത്. ആ ഒരു ഇൻഡ്യൂസ്ഡ് EMF മൂലം അപ്പോൾ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മുടെ ലെൻസസ് ലോ പ്രകാരം എങ്ങനെയാണ് ഈ എന്താ പറയുക മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ കാരണമായിട്ടുള്ള വസ്തുവിനെ ഒപ്പോസ് ചെയ്യുന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ മെറ്റൽ ബ്ലോക്ക് ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരാൻ കാരണമായിട്ടുള്ളത് ഈ ഒരു മെറ്റൽ ബ്ലോക്കിൻ്റെ മോഷനാണ്. അപ്പോൾ ആ മോഷൻ ഒപ്പോസ് ചെയ്യാനായിട്ട് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ മെറ്റൽ ബ്ലോക്കിനകത്ത് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ കറണ്ടിനെയാണ് എഡി കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എഡി കറണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളത്തിൽ എന്ന് പറയുക ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ എഡീസ് ഉണ്ടാകുന്ന പോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ മെറ്റൽ ബ്ലോക്കിലും എഡീസിൻ്റെ ഷേപ്പിൽ തന്നെ കറണ്ട് ഉണ്ടായിരിക്കും. അതിനെയാണ് എഡി കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ എഡി കറണ്ട് നമ്മുടെ ഓസിലേഷൻസിന് ഒപ്പോസ് ചെയ്യും. ഈ എഡി കറണ്ടിൻ്റെ തന്നെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. എന്നിട്ട് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹീറ്റ് അനുഭവപ്പെടും. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വെറുതെ ഒരു മെറ്റൽ പീസ് ഓസിലേറ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഇവിടെ മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് ഈ മെറ്റൽ പീസ് ഇരുന്നിട്ട് ചൂടാവും. അത് നമുക്ക് എനർജി ലോസ് അല്ല. അപ്പോൾ അതൊരു മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ചില കേസിൽ അത് തന്നെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരും. അതെന്താണെന്നുള്ളത് പറയാനായിട്ട് നമുക്ക് ഈ എഡി കറണ്ടിൻ്റെ ആപ്ലിക്കേഷനാണ് നോക്കേണ്ടത്. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ഫർണസ് ആണ്. എന്താണ് ഇൻഡക്ഷൻ? സാധാരണ ഫർണസ് എന്താണെന്ന് അറിയാം. നമുക്ക് സാധാരണ കോളൊക്കെ കത്തിച്ചിട്ട് വാരയൊക്കെ വെച്ചിട്ട് നമ്മൾ ചൂടാക്കാണ് സാധാരണ ഫർണസ് ചെയ്യാറ്. ഇൻഡക്ഷൻ ഫർണസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൾക്കായിട്ടുള്ളൊരു പീസ് മെറ്റലുണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ തന്നെ വേണമെന്ന് വിചാരിക്കാം. ഇതുപോലെ ഒരു ബൾക്ക് പീസ് മെറ്റലിന് മാഗ്നറ്റിക് ഫീൽഡ്സ് റാപ്പിഡ്ലി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡി കറൻറ്റ്സ് ഹൈ മാഗ്നിറ്റ്യൂഡിലുണ്ടാവും. അപ്പോൾ അതെന്താ പറയുക, എഡി കറൻറ്റ്സ് ഹീറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞത് ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞത്. പക്ഷേ ഈ കേസിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ചൂടാക്കുമ്പോൾ നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് നമുക്ക് ഫർണസിന് വേണ്ടി ഉപയോഗിക്കാം. അതാണ് ഇൻഡക്ഷൻ ഫർണസ് എന്ന് പറയുന്നത്. എഡി കറൻറ്റ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് ആണ്. ഞാൻ തന്നെയാണ് തോന്നുന്നു ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അതിൽ ഞാൻ കോയിൽ വരച്ചിരുന്നു. കോയിലിന് ഹൈ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരുന്നു. അത് എന്തിനാണെന്നുള്ളതിന് നമ്മൾ അവിടെ പറഞ്ഞൊരു യൂസ് ഉണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതല്ലാണ്ട് തന്നെ ഇവിടെ വേറെ ഒരു യൂസും കൂടി ഉണ്ട്. അത് എഡി കറൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. നമുക്ക് സാധാരണ അറിയാൻ എന്തെന്ന്, ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടോർക്ക് അനുഭവപ്പെടുന്നു. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടോർക്ക് അനുഭവപ്പെടും എന്നുള്ളത്. ഇപ്പോൾ വെറുതെ ടോർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കിടന്ന് കറങ്ങുള്ളൂ, അല്ലാണ്ട് നിൽക്കില്ല ഒരിക്കലും. അപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഹൈ നമ്പർ ഓഫ് ടേൺസ് ഉള്ള കോയിൽ ഉപയോഗിക്കുന്നത്. ഹൈ നമ്പർ ഓഫ് ടേൺസ് ഉള്ള കോയിൽ ഉപയോഗിച്ചാൽ എന്താ ഗുണം? അതിൽ എഡി കറൻസ് ഫോം ചെയ്യും. എഡി കറൻസിൻ്റെ ഗുണം എന്താണ്? എഡി കറൻസ് ആ എഡി കറൻസിൻ്റെ ഫോർമേഷന് കാരണമായുള്ള വസ്തുവിനെ ഓപ്പോസ് ചെയ്യും. ആ കാരണമായിട്ടുള്ള വസ്തു എന്താണ്? നമ്മുടെ കറണ്ട് എന്താ പറയുക, ഈ കോയിലിൻ്റെ ഓസിലേഷനാണ്. അപ്പോൾ ഓസിലേഷൻ ഓപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് നിൽക്കും. അതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എഡി കറൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ബ്രേക്കുകളാണ്. ഇത് മാഗ്നറ്റിക് ബ്രേക്ക് എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക ട്രെയിനുകളിലാണ്. ഈ ട്രെയിനുകളുടെ വീൽസ് എന്ന് പറയുന്നത് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എഡി കറൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെറ്റൽസിനെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് സഡനായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെറ്റൽ വീൽസിൽ തന്നെ എഡി കറൻസ് ഹൈ മാഗ്നിറ്റ്യൂഡിൽ രൂപപ്പെടും. എഡി കറൻസിൻ്റെ ഗുണം നേരത്തെ തന്നെ പറഞ്ഞ നമ്മുടെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൽ പറഞ്ഞ പോലത്തെ തന്നെ ഇതിന് എന്താ പറയുക, എഡി കറൻസിൻ്റെ ഫോർമേഷന് കാരണമായിട്ടുള്ള വസ്തുവിനെ ഒപ്പോസ് ചെയ്യും. ഇവിടെ കാരണമായിട്ടുള്ളത് എന്താണ്? വീൽസിൻ്റെ റൊട്ടേഷനാണ്. അപ്പോൾ വീൽസിൻ്റെ റൊട്ടേഷൻ ഒപ്പോസ് ചെയ്യും. അപ്പോൾ അത് ബ്രേക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ബ്രേക്ക് എന്ന് പറയുന്നത്. എഡി കറൻസിൻ്റെ ഫോർമേഷനാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത്. എന്താണ് ചെയ്തത്? വീൽസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് അതിനെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? വീൽസിൻ്റെ റൊട്ടേഷൻ സഡനായിട്ട് നിൽക്കും. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം എഡി കറൻസിൻ്റെ യൂസേജുകളാണ്. പക്ഷേ ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും എഡി കറൻസ് ഉണ്ടാകുന്നത് നമുക്ക് എന്താ പറയുക, എക്സ്പെരിമെൻറ്റിന് ദോഷമായിട്ടുള്ളതാണ്. അപ്പോൾ എഡി കറൻസിൻ്റെ ഫോർമേഷൻ കുറയ്ക്കേണ്ടതായിട്ട് നമുക്ക് വരാം. അതെങ്ങനെയാണ് കുറയ്ക്കുകയെന്ന് ഞാൻ പറയാം. ഈ എഡി കറൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബൾക്ക് പീസിലാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് വ്യത്യാസം? ഇതുപോലൊരു വലിയ കഷ്ണം മെറ്റൽ പീസ് ഉണ്ട്, ഇതുപോലെ ചെറിയ കഷ്ണം മെറ്റൽ പീസ് ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. ഇതിലായിരിക്കും കൂടുതൽ എഡി കറൻസ് ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് സോളിഡ് ആയിട്ടുള്ളൊരു മെറ്റൽ പീസ് എന്താ പറയുക, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ചിന് വിധേയമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ എഡി കറൻസിൻ്റെ ഫോർമേഷൻ കുറയ്ക്കാനായിട്ട് ഈ ബൾക്കായിട്ടുള്ള വലിയ പീസിന് പകരം ചെറിയ പീസുകൾ കുറേ എണ്ണം കൂട്ടി വെച്ചാൽ മതി. പക്ഷേ ചെറിയ പീസുകൾ വെറുതെ കുറേ എണ്ണം കൂട്ടി വെച്ചാലും പകരം ഒരു വലിയ കഷ്ണം വെക്കുന്നതും ഒരേപോലെ തന്നെയാണ്. കാരണം നമ്മൾ വെക്കുന്ന മെറ്റൽ പീസുകൾ പരസ്പരം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഓരോ പീസിനെയും ഇൻസുലേറ്റ് ചെയ്യിപ്പിക്കണം. ഇത് മെയിനായിട്ട് നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ട്രാൻസ്ഫോമറിൻ്റെ തന്നെ നമ്മൾ ആ പുറത്തുള്ള അയൺ കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കാം. ട്രാൻസ്ഫോമറിൻ്റെ കോറിൻ്റെ ഇതാണ് കോറെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല തിൻ ഷീറ്റുകളായിട്ടാണ് നമ്മൾ കാണുക. ഈ തിൻ ഷീറ്റ് ആക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡി കറൻസിൻ്റെ ഫോർമേഷൻ തന്നെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തിൻ ഷീറ്റുകളിൽ നമ്മൾ ലാമിനേറ്റഡ് ഷീറ്റ്സ് എന്നാണ് പറയുക. കാരണം അവയുടെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ടായിരിക്കും ഇൻസുലേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട്. അത് അങ്ങനെ ഇൻസുലേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് നമ്മുടെ എഡി കറൻസിൻ്റെ ഫോർമേഷൻ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുക. ഇപ്പം നമ്മുടെ NCERT-യിൽ ഞാൻ എഡി കറൻസിൻ്റെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ഡയഗ്രാം വരച്ചിരുന്നു. ഒരു മെറ്റൽ പീസ് പിവറ്റ് ചെയ്തിട്ട് ഒരു സിമ്പിൾ പെൻഡുലം പോലെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതിനെ തന്നെ വെച്ചിട്ട് വേറൊരു എക്സാമ്പിളും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡയഗ്രാം ഞാൻ വരയ്ക്കാം. നമ്മുടെ ബൾക്കായിട്ടുള്ള ഒരു സോളിഡ് മെറ്റൽ പീസിന് വരെ ഇതുപോലെ ഒരു മെറ്റൽ കോമ്പാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എഡി കറൻസിൻ്റെ ഫോർമേഷൻ എന്താ പറയുക കുറവായിരിക്കും. അത് എങ്ങനെ മനസ്സിലാകുന്നത്? നമ്മുടെ ഇവിടെ 2 മാഗ്നറ്റ്സ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് സാധാരണ മാഗ്നറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടക്കുമ്പോൾ മാത്രം സ്ലോ ആവും, പിന്നെ സാധാരണ പോലെ തന്നെ പോകും. അപ്പോൾ ഇവിടെ എന്നുണ്ടെങ്കിൽ ആ സ്ലോ ആവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. എന്ത്? എഡി കറൻസിൻ്റെ ഫോർമേഷൻ കുറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ആ ടൈമാണ് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, ഇങ്ങനെ കോമ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എഡി കറൻസിൻ്റെ ഫോർമേഷൻ കുറവായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സ്മോൾ പീസസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എഡി കറൻസിൻ്റെ ഫോർമേഷൻ കുറവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി പറയാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റൻസ് ശരിക്കും 2 എണ്ണം ഉണ്ട്, സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും. അതിൽ ഫസ്റ്റ് നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് നോക്കാം. ഇൻഡക്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ആദ്യം തന്നെ പറയാനായിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഒന്നും കൂടി ഓർക്കാം. എന്താണ്? ഒരു കണ്ടക്ടറിന് ലിങ്ക് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ആ കണ്ടക്ടറിന് അക്രോസ് ആയിട്ടൊരു ഇൻഡ്യൂസ്ഡ് EMF അഥവാ ഇൻഡ്യൂസ്ഡ് കറണ്ട് രൂപപ്പെടും. അപ്പോൾ നമ്മൾ ഈ കേസിൽ മിക്കവാറും കേസുകളിൽ സെൽഫ് ഇൻഡക്റ്റൻസ് കോയിലിൻ്റെ കേസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാറ്. അപ്പോൾ നമുക്കൊരു കോയിൽ കൺസിഡർ ചെയ്യാം. ഇതുപോലെ ഒരു കോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോയിലിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ കറണ്ട് പാസ് ചെയ്യല്ല, ഈ കോയിലിന് ഉള്ളിലൂടെ പെട്ടെന്ന് കറണ്ട് പാസ് ചെയ്യുക അഥവാ അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് പെട്ടെന്ന് തന്നെ സീറോയിലേക്ക് എത്തുക, അങ്ങനെയുള്ള കേസുകൾ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കേസുകളിൽ ഈ കോയിലിന് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും, അതുവഴി മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യൽ എന്തുണ്ടാവും? ഒരു EMF ഇൻഡ്യൂസ് ആവും. ആ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനെയാണ്, ആ ഫിനോമിനയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അത് വെച്ചിട്ടുള്ളൊരു പ്രോപ്പർട്ടീനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ടുള്ളതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ ഈ സെൽഫ് ഇൻഡക്ഷൻ്റെ കേസിൽ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു റിലേഷനാണ് എന്തെന്നുള്ളത്. Any instant the magnetic flux linked with the coil is directly proportional to the current through it. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് എന്തായിട്ടുള്ളതാണ്, നമ്മുടെ കോയിലിന് അക്രോസ് ആയിട്ടുള്ള കോയിലിനുള്ളിലൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ആ ചേഞ്ചിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് അതിൽ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ സാധാരണ 5B കൊണ്ടാണ് ഡിനോട്ട് ചെയ്തത്. 5B ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു I. ഇതാണ് നമുക്ക് പറയാനായിട്ടുള്ള നമ്മുടെ മെയിനായിട്ടുള്ള റിലേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ പ്രൊപ്പോർഷണാലിറ്റി കൊണ്ട് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? കോൺസ്റ്റൻറ്റോട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ഉദ്ദേശിക്കുന്ന കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ L ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ 5B = Li. ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ L എന്ന് പറയുന്നതാണ് നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഈ ഇക്വേഷനിൽ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ I, അതായത് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ 5B = L എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെഫിനിഷൻ കിട്ടും. എന്തെന്ന്? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ വെൻ ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് 1 ആംപിയർ. ഈ ഇൻഡക്റ്റൻസിൻ്റെ തന്നെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറിയാണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ H കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും, വെബർ പെർ ആംപിയർ. ഇത് രണ്ടും ഒരേ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ SI യൂണിറ്റ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് ഹെൻറിയാണ്. പക്ഷേ ഒട്ടുമിക്ക പ്രാക്ടിക്കൽ കേസുകളിൽ നമ്മൾ മില്ലി ഹെൻറി അഥവാ മൈക്രോ ഹെൻറി ആണ് ഉപയോഗിക്കുക. എന്നാലും SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറിയാണ്. ഇനി നമ്മൾ നേരത്തെ എഴുതിയ റിലേഷൻ ഇത് 5B = L × I. ഇത് വെച്ചിട്ട് തന്നെ വേറൊരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കാവുന്നതായിട്ടുണ്ട്. എന്താണ്? ഈ ഒരു ഇക്വേഷൻ നമുക്ക് ടൈം വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. dϕ/dt = L എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. L × di/dt. ഇനി നമുക്ക് ഇപ്പോൾ കോയിലിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു n × dϕ/dt എന്ന് എഴുതേണ്ടി വരും. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അത് ഇഗ്നോർ ചെയ്യാണ്. പകരം ഇവിടെ ഒരു മൈനസ് കൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ -dϕ/dt = -L × di/dt. ഇനി ഇവിടെ -dϕ/dt നമുക്ക് കണ്ടിട്ട് ഇത് നമുക്ക് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഫാരഡേസ് ലോസിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇൻഡ്യൂസ്ഡ് EMF E = -n × dϕ/dt എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് ആണ്. പക്ഷേ നമുക്കിവിടെ -dϕ/dt നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ആണ്. അപ്പോൾ നമുക്ക് E = -L × di/dt എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് ഇതാണ്. നമ്മൾ മെയിനായിട്ട് ഈ ഫോർമുലയാണ് ഉപയോഗിക്കാറ്. E = -L × di/dt. വളരെയധികം പ്രധാനപ്പെട്ട ഇക്വേഷനാണിത്. ഇപ്പോൾ ഈ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കോയിലിൻ്റെ കേസിലാണ് പറയാൻ പറഞ്ഞു. കോയിൽ എന്ന് പറയുന്നത് സോളിനോയിഡാണ്. അപ്പോൾ നമുക്കൊരു സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് അത് എത്രയായിരിക്കും എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു സോളിനോയിഡിനെ കൺസിഡർ ചെയ്യാം. ഇതുപോലുള്ള സോളിനോയിഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോളിനോയിഡിനുള്ളിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് I എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സോളിനോയിഡിന് ക്യാപിറ്റൽ ലെറ്റർ N നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അതോടൊപ്പം തന്നെ സോളിനോയിഡിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ L കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ സെൻറ്റർ അടുത്തൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഈ പോയിന്റിലൂടെയുള്ള ഫ്ലക്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഫ്ലക്സ് എന്ന് പറയുന്നത് B.A ആണ്. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. A എന്ന് പറയുന്നത് ഏരിയ വെക്ടറാണ്. അപ്പോൾ
ഇതിൽ ബി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളനോയിഡിലൂടെ പോകുന്ന കറണ്ടാണ്, സോളനോയിഡിലൂടെയാണ് കറണ്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ബി എന്ന് പറയുന്നത്. ഇതിൽ ഒരു നമ്പർ ഓഫ് ടേൺസ് എടുക്കുകയാണ്, ഒരു ടേൺ എടുക്കുകയാണ്, നമ്പർ ഓഫ് ടേൺസ് അല്ല, ഒരു ടേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോയിലിൻ്റെ ഒരു ടേൺ ഇങ്ങനെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സർഫസിന് നോർമലായിട്ട്. അപ്പോൾ ഇതേ ഡയറക്ഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിയും എയും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ തീറ്റ എന്ന് തീറ്റ അതായത് ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്, കോസ് തീറ്റ എന്ന് പറയുന്നത് അപ്പോൾ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റും, എന്തെന്ന്, ഫൈ ഈക്വൽ ടു ബി എ. പക്ഷേ ഇവിടെ ഒരു ടേൺ അല്ല, ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു n കൂടി വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ബി എ എൻ അഥവാ ബാൻ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ പക്ഷേ ഇതൊരു സോളിനോയിഡ്. സോളിനോയിഡ് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എന്തെന്ന്, ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 സ്മോൾ ലെറ്റർ എൻ ഐ. സ്മോൾ ലെറ്റർ എൻ എന്താണ്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ എൽ ആണ്. അപ്പോൾ അത് ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു ഇക്വേഷൻ കൂടി പഠിച്ചിട്ടുണ്ട്, എന്തെന്ന്, ഫൈ ഈസ് ഈക്വൽ ടു എൽ ഐ എന്നുള്ളത്. അപ്പോൾ ആ ഇക്വേഷനുകളെല്ലാം കൂടിയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ഇക്വേഷനാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എഴുതാൻ പോകുന്നില്ല. ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 എൻ സ്ക്വയർ എ എൻ സ്ക്വയർ എ സ്ക്വയർ ഇല്ല ഡിവൈഡഡ് ബൈ എൽ. എ എന്ന് പറയുന്നത് എന്താണ്, അത് ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാണ്, ഈ ഒരു ടേണിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കോയിൽ സർക്കിളിനാണല്ലോ, ആ സർക്കിളിലെ ഏരിയ എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ, എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 എൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് നീറ്റിനാണ്. നീറ്റിന് സാധാരണ ഇങ്ങനത്തെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. മിക്കവാറും എളുപ്പമുള്ളതിനായിരിക്കും, പക്ഷേ ഒരു ചെറിയൊരു ട്വിസ്റ്റ് കൊടുക്കും. എന്തായിരിക്കും, നമ്മളിപ്പോൾ ഇവിടെ മ്യൂ 0 ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ കോയിലിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് എയർ ആണ്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ഡൈഇലക്ട്രിക് അങ്ങനത്തെ എന്തെങ്കിലും വെച്ചെന്ന് വിചാരിച്ചു, ഡൈഇലക്ട്രിക് അല്ല, ഒരു കോർ വെച്ചെന്ന് വിചാരിച്ചു, അപ്പോൾ സോഫ്റ്റ് ആണ് അങ്ങനത്തെ എന്തെങ്കിലും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. എന്താണ്, ഇവിടെ മ്യൂ 0 എന്നല്ല കൊടുത്തിട്ടുള്ളത്, എൽ ഇസ് ഈക്വൽ ടു മ്യൂ എൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ എൽ. എന്താണ് മ്യൂ എന്ന് പറയുന്നത്, വെച്ചിരിക്കുന്ന ആ മെറ്റലിൻ്റെ തന്നെ പെർമിയബിലിറ്റിയാണ്. ഇനി അഥവാ അത് തന്നിട്ടില്ല, നമുക്ക് റിലേറ്റീവ് പെർമിയബിലിറ്റിയാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, എന്ത്, മ്യൂ റിലേറ്റീവ്, അതായത് റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ഈക്വൽ ടു മ്യൂ ഡിവൈഡഡ് ബൈ മ്യൂ 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ മ്യൂവിന് പകരം മ്യൂ ആർ ഇൻറ്റു മ്യൂ 0 കൊടുക്കും. അതാണ് നമുക്ക് വരുത്തേണ്ട ഏക ചേഞ്ച് എന്ന് പറയുന്നത്. അഥവാ മറ്റൊരു കാര്യം കൂടിയും ഇതിന് തന്നെ ചെയ്യേണ്ടത് എന്താണ്, എൽ ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഇൻറ്റു എൽ 0. ഞാനിപ്പോൾ ഇവിടെ L0 എന്ന് കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, L0 എന്ന് പറയുന്നത് എന്തിൻ്റെ ഇൻഡക്റ്റൻസ് ആണ്, അല്ല എന്തിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്, ഈ കോയിലിൻ്റെ തന്നെ എയറിൽ വെച്ചിട്ടുള്ള സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു റിലേഷൻ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ എന്താ പറയുക, ഇത് ഇത്ര വലിയ ഇക്വേഷനിലൊന്നും എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ വാല്യൂസ് ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട, നേരിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ടുള്ള ആൻസർ എളുപ്പത്തിൽ കിട്ടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള മെയിനായിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ. ഇനി അടുത്തത് പറയാനായിട്ടുള്ളത് മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ കുറിച്ചിട്ടാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ സെൽഫ് ഇൻഡക്റ്റൻസ് പറയുമ്പോൾ ഒരു കോയിലുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് 2 കോയിലുണ്ട്. അത് വെറുതെ 2 കോയിൽ വെച്ചില്ല, 2 കോയിൽ എന്ന് പറയുന്നത് പരസ്പരം ലിങ്കേജ് ഉണ്ട്. എങ്ങനെയാണ് ലിങ്കേജ് എന്ന് പറയുന്നത്, അവ ഒട്ടുമിക്ക കേസുകളിലും കോആക്സിയൽ ആയിരിക്കും, അതായത് അവരുടെ ആക്സിസ് സെയിം ആയിരിക്കും. എങ്ങനെയാണ് ഞാനിപ്പോൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോയിലുണ്ടെന്ന് വിചാരിക്കുക. ഈ കോയിലിൻ്റെ ആക്സിസ് ഇതാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അടുത്ത കോയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 കോയിലും വ്യത്യാസം വരുത്താനായിട്ട് ഞാൻ കോയിലിൻ്റെ ഏരിയ രണ്ടും വ്യത്യാസമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് കാര്യം മനസ്സിലാവും, എന്തെന്ന്, ആക്സിസ് ഒന്നും തന്നെയാണ്. ഇനി യഥാർത്ഥ കേസുകളിൽ മിക്കവാറും ഇതുപോലെ ആയിരിക്കും. അത് ഞാൻ 2 കളറിലാക്കി കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫസ്റ്റ് കോയിൽ എന്ന് പറയുന്നത് ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ സെക്കൻഡ് കോയിൽ എന്ന് പറയുന്നത് ഇതിനുള്ളിലൂടെ തന്നെ ഇതുപോലെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഇങ്ങനെയായിരിക്കും ഒട്ടുമിക്ക കേസുകളിലും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. ഇതിൽ ഓർക്കേണ്ടതായിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഡയറക്റ്റ് പറയുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കറണ്ടിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷൻ എന്തായിരുന്നു, E = -L × di/dt എന്നായിരുന്നു നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അതോടൊപ്പം തന്നെ ഫൈ ഈസ് ഈക്വൽ ടു എൽ ഐ എന്നുള്ളതാണ് നമുക്ക് അതിൽ ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവിടെ എൽ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ല സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ഇവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ എം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ചെറിയ മാറ്റം വരുത്താനുള്ള എന്ത്, ഫൈ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് കിട്ടും. സെക്കൻഡ് എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് വരുത്തേണ്ട ഏക ചേഞ്ച് എന്ന് പറയാനായിട്ടുള്ളത്. ഇനി പിന്നെ നമ്മൾ ചെയ്തത് എന്തായിരുന്നു, ഒരു സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിച്ചു. നമുക്കിവിടെ 2 സോളിനോയിഡ് കൺസിഡർ ചെയ്യേണ്ടി വരും, കാരണം നമ്മളിവിടെ കാണാൻ പോകുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. നമുക്ക് ഇതിലത്തെ സ്റ്റെപ്സ് ആണ് പ്രധാനപ്പെട്ടത്. ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷേ ഈ സ്റ്റെപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ ഈ ഇക്വേഷൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആവില്ല. നമുക്ക് ഈ സ്റ്റെപ്സ് അറിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഡയഗ്രാം നോക്കാം. ഫസ്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഒന്നാമത്തെ സോളിനോയിഡാണ്, ഇത് അതിൻ്റെ ആക്സിസുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോയിൽ ഞാൻ ഇതുപോലെയാണ് വരയ്ക്കാൻ പോകുന്നത്. ഏരിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് കോയിൽ, അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് N1, അതിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I1, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A1, അതോടൊപ്പം തന്നെ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് L1 ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഇനി സെക്കൻഡ് കോയിൽ ഇതുപോലെ തന്നെ നമുക്കെല്ലാം പറയാൻ പറ്റും. എന്തെന്ന്, അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് N2 ആണ്, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I2 ആണ്, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A2 ആണ്, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തെന്ന്, ഫ്ലക്സ് നമ്മൾ നേരത്തെ കേസിൽ തന്നെ പറഞ്ഞിരുന്നത് θ0 ആണ്. അപ്പോൾ ഫ്ലക്സിനെ നമുക്ക് BAN എന്ന് തന്നെ എഴുതാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്, കാരണം ഓരോ കേസിലും ബിയും എയും എന്നും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒന്നാമത്തത് മൂലം ഒരു കോയിൽ മൂലം അടുത്ത കോയിലുള്ള ഫ്ലക്സ്, അങ്ങനെ ആ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും, ഫൈ ഫ്ലക്സ് ഓൺ 1 ഡ്യൂ ടു 2 ആണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഫ്ലക്സ് 1 2 ഉണ്ട്, ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഫ്ലക്സ് ഓൺ 1 ഡ്യൂ ടു 2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് BAN ആണ്. ബി എന്ന് പറയുന്നത് കാരണക്കാരനായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡ്യൂ ടു 2 ആണ്, അപ്പോൾ കാരണക്കാരൻ 2 ആണ്. അപ്പോൾ എന്താണ് B2. ഇനി എ എന്ന് പറയുന്നത് നമുക്കിവിടെ ഫ്ലക്സ് ഓൺ 1 ആണ്, അപ്പോൾ അതിൻ്റെ ഏരിയയാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ A1. ഇനി BAN, എൻ എന്ന് പറയുന്നതും എന്താ പറയുക സംഭവിക്കപ്പെടുന്ന ആളാണ്, അപ്പോൾ എന്താണ് 1 ആണ്. അപ്പോൾ B2 A1 N1 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി സോളിനോയിഡിൻ്റെ കേസിൽ എന്താണ്, B is equal to μ0 Ni. N എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ N ആണ്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് B is equal to μ0 Ni, അതായത് ക്യാപിറ്റൽ Ni μ0 ക്യാപിറ്റൽ Ni ഡിവൈഡഡ് ബൈ L എന്നാണ്. അതിൽ is equal to B2 2 ആണ് നമുക്കുള്ളത്. അപ്പോൾ μ0 N2 I എന്ന് പറഞ്ഞത് ഇവിടെ I1 ആണ്, അല്ല N2 തന്നെയാണ്, കാരണം നമ്മളിവിടെ B2നെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ B2 μ0 N2 I2 A1 N1, അത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ L ആണ്. L എന്ന് പറയുന്നത് ഇവിടെ L2 ആണ്, കാരണം നമ്മൾ ഇതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, 5 ഫ്ലക്സ് ഓൺ 1 ഡ്യൂ ടു 2 ഈസ് ഈക്വൽ ടു μ0. ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ, കാരണം 1 2 ഒക്കെ കൂട്ടിക്കലർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, μ0 N1 N2 A1 I2 ഡിവൈഡഡ് ബൈ L2. ഇത് എന്നൊരു ഡെറിവേഷൻ ഒന്ന് എഴുതി പഠിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇതൊന്നും ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാവില്ല. അപ്പോൾ ഫ്ലക്സ് ഓൺ 1 ഡ്യൂ ടു 2 എന്ന് പറയുന്നത് μ0 N1 N2 A1 I2 ഡിവൈഡഡ് ബൈ L2 എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കേണ്ട മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉള്ള ഇക്വേഷൻ നമ്മൾ ഫൈ ഈസ് ഈക്വൽ ടു M ഇൻറ്റു I എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക, ഫൈ 12 ഈസ് ഈക്വൽ ടു M ഇൻറ്റു I എന്നാണ്. അപ്പോൾ M12 I2 കാരണക്കാരനായിട്ടുള്ള കറണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ ഉപയോഗിച്ചിട്ട് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് M12 എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇക്വേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് കാണിക്കണില്ല,
ഇതാണ് ഇക്വേഷൻ. m1 m2 is equal to mu0 n1 n2 a1 divided by L2. I2 അവിടെ പോയി സംശയം വരികയാണെന്നുണ്ടെങ്കിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഇക്വേഷൻ m1. ഇതുപോലെ തന്നെ m21 നമുക്ക് ക്യാൻസൽ ചെയ്യൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമ്മുടെ ഫൈ ഈസ് ഈക്വൽ ടു BAN എന്നുള്ള ഇക്വേഷനിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സോളിനോയിഡിൻ്റെ ഇക്വേഷനായ B ഈസ് ഈക്വൽ ടു mu0 ni എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഫൈ ഈസ് ഈക്വൽ ടു m into I എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനുള്ള ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനായിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റെപ്സ് അറിഞ്ഞു വെച്ചാലാണ് ഒട്ടുമിക്ക പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, NCERT നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സോളിനോയിഡ്സിനും ഒരേ ഏരിയയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് m12ഉം m21 ഇക്വേറ്റ് ചെയ്തിട്ട് വേറൊരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഇക്വേഷൻ നമുക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ഏരിയകൾ വ്യത്യാസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫോം ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സാണ് നമുക്ക് പഠിക്കുന്നത് കൂടുതൽ നല്ലതാവുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലത്തെ ഫൈനലായിട്ടുള്ള ടോപ്പിക്കാണ് പറയാനായിട്ടുള്ളത്. അതെന്ന് പറയുന്നത് AC ജനറേറ്ററാണ്. AC ജനറേറ്ററിൽ ഓർക്കേണ്ടതായിട്ടുള്ളത് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. എന്തിനുള്ള ഡിവൈസാണ്? മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഡിവൈസാണ് AC ജനറേറ്റർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയുന്നു, ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ എന്താണ്? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൻ്റെ പേര് തന്നെയാണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ 2 പോയിന്റ് പറഞ്ഞു. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയഗ്രാമാണ്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഡയഗ്രാം എന്ന് പറയാനുള്ളത്. ഈ കാണുന്ന രണ്ടെന്ന് പറയുന്നത് മാഗ്നറ്റ്സ് ആണ്. വെറും മാഗ്നറ്റ്സ് അല്ല, ഫീൽഡ് മാഗ്നറ്റ്സ് ആണ്. എന്താണ് ഫീൽഡ് മാഗ്നറ്റ്സിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെങ്ത് ഉള്ളതാണ് ഇത്. എന്താ പറയുക, പോൾ സ്ട്രെങ്ത് വളരെയധികം കൂടുതലായിട്ടുള്ള 2 ഫീൽഡ് മാഗ്നറ്റ്സ് ആണ് ഇവ രണ്ടാണ്. പിന്നത്തെ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു കോയിലാണ്. ആർമേച്ചർ കോയിൽ എന്നാണ് പറയുക. ഈ ആർമേച്ചർ കോയിൽ എന്ന് പറയുന്നത് ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റിയിൽ കറങ്ങുന്നുണ്ട്. പിന്നത്തെ ഇതെന്ന് പറയുന്നത് ആർമേച്ചറാണ്. ഇത് അതിൻ്റെ ആക്സിസ് ആണ്. ഇതെന്ന് പറയുന്നത് ബ്രഷ് എന്ന് പറയുന്നതാണ്. എന്താണ്? റിംഗ് ബ്രഷ് സ്ലിപ്പ് റിങ്സ് എന്നാണ് ഈ ഒരു വട്ടത്തിലുള്ളതിനെ പറയുന്നത്. ഇതിനെ റിംഗ് ബ്രഷ് അറേഞ്ച്മെൻറ്റ് എന്ന് ചിലവർ പറയണ കേൾക്കാം. കാരണം ഇവിടെ കാർബൺ ബ്രഷസ് ഉപയോഗിച്ചിട്ട് ഈ റിങ്സ് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ കാർബൺ ബ്രഷസ് അതിനെ കണ്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനെ ബ്രഷ് റിംഗ് അല്ല റിംഗ് ബ്രഷ് എന്ന് പറയുന്ന സെറ്റപ്പ് എന്ന് പറയുന്നത് വിശേഷിപ്പിക്കാറുണ്ട് ഇതിൻ്റെ ചില. ഇതെന്ന് പറയുന്നത് ഈ ആർമേച്ചറിനായിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഫീൽഡ് മാഗ്നറ്റ്സ്, ആർമേച്ചർ കോയിൽ, സ്ലിപ്പ് റിംഗ് ബ്രഷ്, ആ റിംഗ് ബ്രഷ് അറേഞ്ച്മെൻറ്റ്, പിന്നെ ഇത് ലോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഈ ആർമേച്ചർ ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റിയിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വെച്ച് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു അടിയിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ 2 ഫീൽഡ് മാഗ്നറ്റ്സ് ആണ്. നമ്മുടെ കോയിൽ എന്ന് പറയുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടം വരെ എത്തിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നോർത്ത് പോളും ഇതിപ്പോൾ സൗത്ത് പോളാണെന്ന് വിചാരിക്കാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് ഇതാണ് B. ഇനി ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ A നമ്മുടെ സർഫസിന് നോർമലാണ്. ഇപ്പോൾ നമ്മൾ സർഫസായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ കോയിലിൻ്റെ ഈ ഒരു സർഫസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നോർമലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ വെക്ടർ എൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ ബിയും എയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. നമുക്ക് ഫൈ ഈസ് ഈക്വൽ ടു B ഡോട്ട് A എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ BA കോസ് തീറ്റ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് എന്തെന്ന്? ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റിയാണ്. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇതായിരുന്നു ഇനീഷ്യൽ പൊസിഷൻ എന്നുണ്ടെങ്കിൽ ഈ 2 ആംഗിളുകൾ ഈക്വൽ ആണെന്ന് നമുക്ക് ട്രിഗണോമെട്രി വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി ആയിരിക്കും. നമുക്ക് എന്താണെന്ന് അറിയാം, ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ ടി ആണെന്നുണ്ടെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു BA കോസ് ഒമേഗ ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒറ്റ നമ്പർ ഓഫ് ടേൺ ആണെന്നുണ്ടെങ്കിലാണ്. പക്ഷേ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ BAN കോസ് ഒമേഗ ടി എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഉപയോഗിക്കാനായിട്ട് പോകുന്ന ഇക്വേഷൻ അതാണ്. ഫൈ ഈസ് ഈക്വൽ ടു എന്തെന്ന്? BAN കോസ് ഒമേഗ ടി. ഇതാണ്
നമ്മുടെ ഫ്ലക്സിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫാരഡേസ് ലോസ് വെച്ചിട്ട് എന്താണ് നമ്മൾ പഠിച്ചത്? E = മൈനസ് d∅/dt. ഇത് മാഗ്നറ്റിക് ഫ്ലക്സ് തന്നെയാണ്. അപ്പോൾ 5B എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. E = മൈനസ് d∅/dt. ഇനി ഇത് 5 ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നേരിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. E = മൈനസ് BAN എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. BAN × d/dt ഓഫ് കോസ് ω t എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ കോസ് തീറ്റയുടെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് കോസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ കോസ് ω t ആണ്. അപ്പോൾ ഒമേഗയോട് നമ്മൾ കൺസിഡറേഷനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് BAN × മൈനസ് സൈൻ ω t × ω എന്ന് നമുക്ക് കിട്ടും. നമ്മുടെ എന്താണ് ചെയിൻ റൂളൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് വിട്ട് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ എന്താണ്? BAN ω സൈൻ ω t. ഇതിപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഓർക്കാൻ വേണ്ടിയിട്ട് ബാൻ ω സൈൻ ω t എന്നാണ് പഠിച്ചു പറഞ്ഞാൽ ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും. കാരണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ω t എന്നുള്ള ടേം 90 ഡിഗ്രി ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സൈൻ 90 = 1. അപ്പോൾ നമ്മുടെ ഈ ഇക്ക് കിട്ടാവുന്ന മാക്സിമം വാല്യൂ ആണ് BAN ω എന്ന് പറയുന്നത്. ആ മാക്സിമം വാല്യൂയ്ക്ക് നമ്മളൊരു പേര് കൊടുക്കുകയാണ് E0 എന്ന്. അപ്പോൾ നമുക്ക് ഇതിനെ = E0 സൈൻ ω t എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ AC-യുടെ EMFൻ്റെ രീതിയിലുള്ളൊരു ഇക്വേഷൻ. E = E0 സൈൻ ω t. ഈ E0 കിട്ടാനായിട്ടാണ് ഞാൻ എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബാൻ ω എന്ന്. E0 = BAN ω എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിപ്പോൾ കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതേ ഇക്വേഷൻ തന്നെ റെസിസ്റ്റൻസ് കൊണ്ട് നമ്മുടെ ലോഡായിട്ടുള്ള റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഇക്വേഷനുള്ള രീതിയിൽ കിട്ടും. അത് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ എഴുതാണ്. I = I0 സൈൻ ω t എന്ന് നമുക്ക് കിട്ടും. I0 എന്ന് പറയുന്നത് എന്താണ്? E0 / R എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ E0 എന്താണെന്ന് നമ്മൾ മറക്കരുത്, BAN ω. പിന്നെ പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് 2 ആക്സിസുകൾ ആവശ്യമായിട്ടുണ്ട്. ആ ആക്സിസുകൾ ഇതാണ്. ഇത് 2 രീതിയിൽ വരയ്ക്കാം. കറണ്ടിൻ്റെ വെച്ചിട്ട് വരയ്ക്കാം, EMF വെച്ചിട്ട് വരയ്ക്കാം. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് EMF വയ്ക്കാം. നമ്മൾ എന്താ പറയുക, ഈ EMFൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് E0 എന്ന് പറയുന്നത്. E0 എന്താണ്? BAN ω. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്ലസ് E0യും അതിൻ്റെ മിനിമം വാല്യൂ, അതായത് ഇപ്പോൾ ഒരു -90 ആണ്, അഥവാ 270 ഡിഗ്രിയാണ് കിട്ടിയെന്ന് വിചാരിച്ചോ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും മിനിമം വാല്യൂ ആയിട്ടുള്ള -E0 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്സിസ് എന്ന് പറയുന്നത്. EMF ഈ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവ രണ്ടും മാക്സിമം മിനിമം വാല്യൂ ആണ്. പ്ലസ് E0 കൊണ്ടും -E0 കൊണ്ടും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് വൃത്തി വരാൻ വേണ്ടിയിട്ട് ഞാനിത് ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് കാണിക്കാനായിട്ടാണ് പോകുന്നത്. ഇതെന്ന് പറയുന്നത് ടൈമിനെയാണ് ഞാൻ ഡിനോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാണ് എന്തെന്ന്? E = E0 സൈൻ ω t. നമുക്ക് സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് പറയും. അപ്പോൾ ഇത് എക്സും ഇത് ടി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. എങ്ങനെ 0യിൽ നിന്ന് തുടങ്ങി എന്തെന്ന് മാക്സിമം വരെ എത്തി, അത് തിരിച്ച് 0യിലേക്ക് വന്നു, മിനിമത്തിലേക്ക് എത്തി, തിരിച്ച് 0യിലേക്ക് വന്നു, മാക്സിമത്തിലേക്ക്, അങ്ങനെ പീരിയോഡിക്കായിട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബേസിക്കായിട്ട് പെട്ടെന്ന് ആ ഒരു ബേസിക് ഷേപ്പ് വരച്ച് വയ്ക്കാം. കാരണം അതാണ് നമ്മുടെ ഏറ്റവും ബേസ് എന്ന് തുടങ്ങുന്നത്. ഇനി ഇതെന്തായാലും 0 ആയിരിക്കും. ഇനി ഈ വാല്യൂകൾ എത്രയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് തന്നെ ഇപ്പോൾ ഈ ടി, ഇതൊരു സ്മോൾ ലെറ്റർ ടി എന്ന് നമുക്ക് തൽക്കാലത്തേക്ക് വിചാരിക്കാം. ഈ ഒരു സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്ന സമയത്ത് EMF മാക്സിമമാണ്. നമുക്കിവിടെ എന്താണ്, ഈ ടീനെ നമുക്ക് സ്മോൾ ലെറ്റർ ടി കൊണ്ട് തന്നെ ഡിനോട്ട് ചെയ്യാം. മാക്സിമം ആവുകയാണെന്നുണ്ടെങ്കിൽ സൈനിൻ്റെ വാല്യൂ 1 ആണ്. സൈനിൻ്റെ വാല്യൂ 1 ആകണമെന്നുണ്ടെങ്കിൽ ഈ ω t എന്ന് പറയുന്നത് ടേം എന്ന് പറയുന്നത് π/2 റേഡിയൻ അഥവാ 90 ഡിഗ്രി ആകണം എന്നാണ് അർത്ഥം. നമുക്ക് ഒമേഗയിൽ വെച്ചിട്ടുള്ളൊരു ഇക്വേഷൻ അറിയാം. എന്തെന്ന്? ω = 2π/t. ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2π/t ഇൻറ്റു സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത് എന്ത് തരണം? π/2 തരണം.
അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് സ്മോൾ ലെറ്റർ ടീൻ്റെ വാല്യൂ കിട്ടും. എന്തെന്ന് ഇത് വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ പൈ ക്യാൻസൽ ചെയ്തിട്ട് അവസാനം നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ടി ഡിവൈഡ് ബൈ 4 എന്ന് നമുക്ക് കിട്ടും. അത് ഈ ഒരു T/4 എന്ന് പറയുന്ന സമയം ആവുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ EMF എന്ന് പറയുന്നത് മാക്സിമം വാല്യൂവിലേക്ക് എത്തും. അപ്പോൾ ഇത് സൈൻ ഫംഗ്ഷനാണ്, പീരിയോഡിക്കാണ്, ഏകദേശം ഒരേ ഇൻ്റർവ്യൂ വെച്ചിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എന്തെന്ന് ഇത് T/2 ആയിരിക്കും, ഇത് 3T/4 ആയിരിക്കും, ഇതെന്ന് പറയുന്നത് എന്താ എത്രയായിരിക്കും? T തന്നെ ആയിരിക്കും. ഏത് ഇത് ഇതല്ല, ഇത് ഞാൻ ഇത്രയും നീക്കി എഴുതിയതാ. ഇത് T ആയിരിക്കും. അങ്ങനെ T/4 വെച്ചിട്ടുള്ള ഇൻ്റർവെൽസ് വെച്ചിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമുക്ക് ഈ ടൈം എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. എന്താണ് ഈ ആംഗിൾ എന്നുള്ള കമ്പോണൻസിൽ വെച്ചിട്ട് ഇത് π/2 വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ടൈമിൻ്റെ വാല്യൂ കിട്ടിയത്. അപ്പോൾ നമുക്ക് T/4 എന്ന് വെച്ചിട്ടുള്ള ഇൻ്റർവെല്ലുകളിൽ വെച്ച് ഈ ഫങ്ഷൻ പീരിയോഡിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്നുകൂടിയും പറയാണ്, 0യിൽ നിന്ന് തുടങ്ങും, കാരണം സൈൻ ഫംഗ്ഷനാണ്. മാക്സിമം വാല്യൂ ആയ E0 എത്താൻ T/4 സമയം എടുക്കും. മറ്റൊരു T/4 സമയം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാക്സിമത്തിൽ നിന്ന് നേരെ 0യിലേക്ക് എത്തും. പിന്നെയും ഒരു T/4 എത്തി കഴിഞ്ഞാൽ സൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് മിനിമം വാല്യൂ ആയ -E0 എത്തും. പിന്നെയും ഒരു T/4ൽ നിന്ന് തിരിച്ച് 0യിലേക്ക് എത്തും. അപ്പോൾ ഒരു ഫുൾ സൈക്കിൾ നടക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സമയമാണ് ക്യാപിറ്റൽ ലെറ്റർ T. അതിനെയാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ AC എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് എയർ കണ്ടീഷനിങ് അല്ല, ഇതിൻ്റെ പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓൾട്ടർനേറ്റിംഗ് എന്നുള്ളത് ഈ ഗ്രാഫ് ഉള്ള പേര് വന്നത്? ഈ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്തെന്ന്. പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ EMFന് പകരം കറണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഓൾട്ടർനേറ്റിംഗ്, ഇപ്പോൾ ഇവിടെ EMF ആയതുകൊണ്ട് ഓൾട്ടർനേറ്റിംഗ് EMF എന്ന് പറയുന്നത്. ഇപ്പോൾ കറണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC എന്ന് പറയും. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ തീരാണ്. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ 8 മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NCERT തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഡയഗ്രാംസ് നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ പറഞ്ഞ തിയറി തന്നെ മനസ്സിലാക്കാനായിട്ട് ആ ഡയഗ്രാംസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ ഡയഗ്രാംസ് നിങ്ങൾ നോക്കണം. അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസുകൾ എന്ന് കൊടുത്തിട്ടുള്ള ഭാഗങ്ങളിൽ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ HC ഫോർമാലിറ്റിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുവഴി ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.